സപ്ലൈകോയുടെ വില വർധനവ് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സപ്ലൈകോ വലിയൊരു ചർച്ച തന്നെയാണ്. കാരണം സപ്ലൈകോയിൽ സാധനങ്ങളില്ല എന്നുള്ളത് തന്നെയായിരുന്നു ചർച്ച. പ്രധാനമായിട്ടും ഇത്രയും കാലത്തിലിടയ്ക്ക് ഇതുപോലൊരു ഓണം, അതായത് ഇത്ര സാധനങ്ങളില്ലാത്ത അത്രയും അരക്ഷിതമായിട്ടുള്ള ഒരു ഓണം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. സപ്ലൈകോയിൽ സാധനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞൊരു സാഹചര്യമായിരുന്നു. അതിനുശേഷം വലിയൊരു ആശ്വാസമാകുമെന്ന് കരുതിയതായിരുന്നു ക്രിസ്മസ് ചന്ത. ക്രിസ്മസ് ചന്തയിലാണെങ്കിലും സാധനങ്ങളില്ല, 13 ഇന സാധനങ്ങളെല്ലാം തന്നെ വരുമെന്ന് പറഞ്ഞു. പക്ഷെ 13 ഇന സാധനങ്ങളിൽ കേവലം 5 ഇന സാധനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ അരി പോലും ഇല്ലാത്ത സാഹചര്യം. അത്തരത്തിൽ നിരവധി വിമർശനങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സപ്ലൈകോ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ സപ്ലൈകോയിലേക്കുള്ള പഞ്ചസാര പോലും നിർത്തലാകുന്ന സാഹചര്യം, ആ കമ്പനികൾക്ക് കൊടുക്കാൻ ആ കരാറിന്മേൽ പോലും വലിയ തരത്തിലുള്ള പരാതികളും വാദങ്ങളെല്ലാം തന്നെ വരുന്ന സാഹചര്യം. അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധി, സാമ്പത്തികമായിട്ട് വലിയ തരത്തിലുള്ള തകർന്ന ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു സപ്ലൈകോ. ഈ സാഹചര്യത്തിലാണ് കുറച്ച് നാളുകൾക്ക് മുൻപേ തന്നെ മന്ത്രിയുടെ ഭാഗത്തു നിന്ന്, അതായത് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് സപ്ലൈകോയുടെ വില വർധനവിനെ കുറിച്ചൊരു ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് സപ്ലൈകോയിൽ ഇനി വേറെ മാർഗമൊന്നുമില്ല, വില കൂട്ടുകയല്ലാതെ മാർഗമില്ല എന്ന് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് ഇത്ര പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രതീക്ഷിക്കാതിരിക്കെയാണ് സപ്ലൈകോയുടെ ഇത്ര വലിയൊരു വില വർധന വന്നിട്ടുള്ളത്. എന്നാൽ അതേസമയം തന്നെ രാജ്യത്തിന്റെ മൊത്തം പട്ടിക എടുക്കുകയാണെങ്കിൽ എല്ലാ ചില്ലറ വസ്തുക്കളുടെയും, അതായത് എല്ലാ ചില്ലറ ഉൽപ്പന്നങ്ങളുടെയും വിലയെല്ലാം തന്നെ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. മാത്രമല്ല സപ്ലൈകോ കൂടി പരിശോധിക്കുകയാണെങ്കിൽ സപ്ലൈകോയിൽ കഴിഞ്ഞ 8 വർഷത്തിനിടയിലാണ്, 8 വർഷം സപ്ലൈകോയിൽ വില വർധന ഒന്നും തന്നെ ഉണ്ടായില്ല. 8 വർഷത്തിന് ശേഷമാണ് സപ്ലൈകോയിൽ വില വർധനവ് വരുന്നത് എന്നുള്ളൊരു വാദവുമെല്ലാം തന്നെയുണ്ട്. പരിശോധിക്കാം എന്തെല്ലാമാണ് സപ്ലൈകോയുടെ വിലവിധ പട്ടിക എല്ലാം തന്നെ പരിശോധിക്കാം. യഥാർത്ഥത്തിൽ 13 ഇന സാധനങ്ങളാണ് സപ്ലൈകോയിൽ, ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ 13 ഇന സാധനങ്ങളാണ് സപ്ലൈകോയിലുള്ളത്. അതിൽ ആദ്യം പരിശോധിക്കുന്നത് ചെറുപയറാണ്. 93 രൂപയാണ് സപ്ലൈകോയിലെ വില. അതേസമയം തന്നെ അതിന്റെ മാർക്കറ്റ് വില എന്ന് പറയുന്നത് 125 രൂപയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറവ് വരുന്നത് 32 രൂപയുടെ കുറവാണ്. സ്വാഭാവിക മാർക്കറ്റ് വിലയിൽ നിന്ന് സപ്ലൈകോ വിലയിലേക്കുള്ള കുറവ് എന്ന് പറയുന്നത് 32 രൂപയുടെ കുറവാണ്. അതേസമയം തന്നെ ഉഴുന്നിന് 95 രൂപയും 125 രൂപ മാർക്കറ്റ് വിലയുമാണ്. സ്വാഭാവികമായിട്ടും 30 രൂപയുടെ കുറവുണ്ട്. വൻ കടലയ്ക്ക് 70 രൂപ, 85 രൂപയാണ് മാർക്കറ്റ് വില. അപ്പോൾ 15 രൂപയുടെ കുറവ്, അതായത് 15 രൂപ എന്ന് പറയുന്ന ചെറിയൊരു നേരിയൊരു കുറവ് മാത്രമാണ് സപ്ലൈകോയും അതുപോലെ തന്നെ മാർക്കറ്റ് വിലയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വരുന്നുള്ളൂ. അതേസമയം തന്നെ വൻപയറാണെങ്കിൽ 76 രൂപ, മാർക്കറ്റ് വില 105 രൂപ. അപ്പോൾ സ്വാഭാവികമായിട്ടും 29 രൂപയുടെ ഒരു വ്യത്യാസമുണ്ട്. തുവരപ്പരിപ്പാണെങ്കിൽ 111 രൂപ, 130 രൂപയാണ് മാർക്കറ്റ് വില, അത് 19 രൂപയുടെ കുറവുണ്ട്. ഇതിൽ ഏറ്റവും കുറവ് ഒരു വർധനവ്, അതായത് ഇപ്പോൾ മുളക്, പഞ്ചസാര, വെളിച്ചെണ്ണ, കുറുവരി, പച്ചരി, മട്ടരി, മല്ലി, ജയ അരി എന്നിങ്ങനെയാണ് ആ 13 ലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കുറവ് മാർക്കറ്റ് വിലയെ വെച്ച് കമ്പയർ ചെയ്യുന്ന സാഹചര്യത്തിൽ ഏറ്റവും കുറവ് വരുന്നത് അത് പച്ചരിക്കാണ്. പച്ചരിക്ക് 26 രൂപയാണ് നിലവിലെ സപ്ലൈകോയിലെ വില എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ 35 രൂപയാണ് മാർക്കറ്റ് വില എന്ന് പറയുന്നത്. അതേസമയം തന്നെ ഏറ്റവും വലിയൊരു വ്യത്യാസം വരുന്നത് അത് മുളകിലാണ്. മുളകിന് 164 രൂപയാണ് സപ്ലൈകോയിൽ, എന്നാൽ 216 രൂപയാണ് മാർക്കറ്റ് പ്രൈസ് വരുന്നത്. അത് 52 രൂപയുടെ ഒരു വ്യത്യാസമുണ്ട്. അതേസമയം തന്നെ മല്ലിക്കാണെങ്കിൽ 78 രൂപയാണ് ഇപ്പോൾ സപ്ലൈകോയിലെ വില. അതേസമയം തന്നെ മാർക്കറ്റ് വില എന്ന് പറയുന്നത് 150 രൂപയാണ്. അപ്പോൾ 72 രൂപയുടെ വലിയൊരു വ്യത്യാസം മല്ലിയിലും അതുപോലെ തന്നെ മുളകിലാണെങ്കിൽ 52 രൂപ, മല്ലിയിലാണെങ്കിൽ 72 രൂപ, അത്തരത്തിലുള്ള വലിയ വ്യത്യാസങ്ങളെല്ലാം തന്നെയുണ്ട്. ബാക്കിയെല്ലാം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 14 രൂപ, 9 രൂപ, കൂടിപ്പോയി കഴിഞ്ഞാൽ 30 രൂപ, ആ ഒരു വ്യത്യാസം മാത്രമാണ് സപ്ലൈകോയുടെ ഇപ്പോൾ പുതിയ വിലയും അതുപോലെ തന്നെ മാർക്കറ്റ് വിലയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ വലിയ രീതിയിൽ വിമർശനം കേൾക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് സപ്ലൈകോ എന്നുള്ളതാണ്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ സപ്ലൈകോ പോലുള്ള ഒരു സ്ഥാപനം അത് കറക്റ്റ് മാർക്കറ്റ് പ്ലേസിലെ തുകയ്ക്ക് തന്നെയാണ് സാധനങ്ങൾ നൽകുന്നതെങ്കിൽ പിന്നെ സപ്ലൈകോ പോലുള്ള ഒരു സ്ഥാപനത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. സ്വാഭാവികമായിട്ടും സപ്ലൈകോ പോലുള്ള ഒരു സ്ഥാപനം നിലനിൽക്കുകയാണെങ്കിൽ അവിടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം, ഈ സാധനങ്ങൾ ഇറക്കണം, ഒരുപാട് പണച്ചെലവ് അതിൻ്റെ പുറകിൽ തന്നെ വരുന്നുണ്ട്. സാധനങ്ങളുടെ വില അല്ലാതെ തന്നെ അതിൻ്റെ പുറകിൽ ഒരുപാട് ചിലവുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഇത്തരമധികം ആളുകളെ ശമ്പളം നൽകിക്കൊണ്ടെല്ലാം തന്നെ നിർത്തുന്നത്? സപ്ലൈകോ പോലും വേണ്ട എന്ന് വെച്ചൂടെ? ഞങ്ങൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഇറങ്ങി ചെന്നുകൊണ്ട് സാധനങ്ങൾ വാങ്ങിയില്ലേ, പിന്നെ എന്തിനാണ് സപ്ലൈകോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് സപ്ലൈകോ വിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് പോലും കനത്ത വിമർശനങ്ങളെല്ലാം തന്നെ സപ്ലൈകോ വിലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. എന്നാൽ അതേസമയം തന്നെ ദേശാഭിമാനിയിൽ വന്ന മറ്റൊരു വാർത്തയുണ്ട്. അതായത് ആദ്യം സൂചിപ്പിച്ച
സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യത്ത് എല്ലാ ചില്ലറ ഉൽപ്പന്നങ്ങളുടെയും വിലയും വർദ്ധിച്ച സാഹചര്യമാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഏറ്റവും കുറവ് വർധനമുണ്ടായിട്ടുള്ളത് കേരളത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ സപ്ലൈകോയിൽ ഈ വിലക്കയറ്റവും ഈ സാധനങ്ങളുടെ വിലക്കയറ്റവും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സാഹചര്യത്തിൽ അത് ഒരുപക്ഷെ അത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു മെറിറ്റായി മാറാനുള്ള സാധ്യത കൂടിയുണ്ടോ എന്നുള്ളതാണ്. എന്തു തന്നെയാണെങ്കിലും വാർത്ത ഇപ്രകാരമാണ്. രാജ്യത്തെ ചില്ലറ വിൽപ്പന അടിസ്ഥാനമാക്കിയ വിലക്കയറ്റം കുറവ് കേരളത്തിലാണ്. രാജ്യത്തെ വിലക്കയറ്റ തോത് 4% എന്ന കേന്ദ്ര സർക്കാർ ലക്ഷ്യത്തിന് വഴങ്ങാതെ തുടർച്ചയായി ഉയർന്നു നിൽക്കുമ്പോൾ കേരളത്തിൽ കുറഞ്ഞുവെന്ന് കേന്ദ്ര സ്ഥിതിവിവരണ കണക്ക് മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടാണ് ഇത്. 2024 ജനുവരിയിൽ രാജ്യത്ത് ചില്ലറ ഉപഭോക്തൃ വില സൂചികയെ അടിസ്ഥാനമാക്കിയുള്ള വിലക്കയറ്റ തോത് 5.1% മാത്രമാണ്. എന്നാൽ കേരളത്തിലേത് കേവലം 4.04% മാത്രമാണ്. 2023 ഡിസംബറിൽ 4.28%. അതായത് 0.24% കുറവ്. സംസ്ഥാന സർക്കാരിന്റെ വിപണിയിലെ ഇടപെടലാണ് ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ വിലക്കയറ്റത്തിന് കടിഞ്ഞാണിടുന്നത്. രാജ്യത്ത് വിലക്കയറ്റം കുറഞ്ഞ മൂന്നാമത്തെ സംസ്ഥാനമാണ് കേരളം. ഡൽഹിയും മധ്യപ്രദേശുമാണ് മുന്നിൽ നിൽക്കുന്നത്. ഒഡീഷയിലാണ് ജനുവരിയിൽ രാജ്യത്തെ ഏറ്റവും അധികം വിലക്കയറ്റം അനുഭവപ്പെട്ടത്. ഈ രീതിയിലാണ് വാർത്ത മുന്നോട്ട് പോകുന്നത്. എന്നാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളമാണ് ഇപ്പോൾ ചില്ലറ ഉൽപ്പന്നങ്ങളുടെ എല്ലാം തന്നെ വിലയുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് കേരളം മാത്രമാണ് ഏറ്റവും അതായത് വിലക്കുറവിന്റെ കാര്യത്തിൽ കേരളമാണ് മുന്നിൽ നിൽക്കുന്നത്. അതേസമയം തന്നെ വിലക്കയറ്റത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഈ സപ്ലൈകോയിലെ വിലവർദ്ധനവ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിനെ പോലും പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും സർക്കാരിനെതിരെയുള്ള വലിയൊരു രീതിയിൽ അതൊരു തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മുൻപേ തന്നെ KN ബാലഗോപാലൻ സൂചിപ്പിച്ച പോലെ തന്നെ സപ്ലൈകോയിൽ ഇനി വിലക്കയറ്റമല്ലാതെ വേറെ നിവൃത്തിയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഈ ഒരു വിലക്കയറ്റമെല്ലാം തന്നെ ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. പക്ഷേ അതേ സാഹചര്യത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഇരുട്ടടി തന്നെയാണ്. കാരണം സപ്ലൈകോയിൽ സാധനങ്ങളില്ലാതെ അത്രമാത്രം ജനങ്ങൾ പ്രതിസന്ധിയിലായിരുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ ഒരു 5-6 മാസത്തെ റിപ്പോർട്ടുകൾ മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അത്രയധികം ആളുകൾ തന്നെ ഓണവും ക്രിസ്മസും നഷ്ടപ്പെട്ട ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൽ തന്നെ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള സപ്ലൈകോ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതെല്ലാം തന്നെ അവരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പോലും ചെയ്തിട്ടുണ്ടായിരുന്നു സപ്ലൈകോയിൽ ഇത്തരമൊരു വിലക്കയറ്റത്തെ സംബന്ധിച്ച് ആ ജനങ്ങളുടെ പ്രതികരണം പോലും നമ്മൾ ചോദിക്കുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അവർക്ക് ഉണ്ടാകുന്നതെന്ന് അവർ M5 ന്യൂസിനോട് പോലും തുറന്ന് സമ്മതിച്ച സാഹചര്യമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ജനങ്ങൾ, അതായത് അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ M5 ന്യൂസിനോട് അന്നേ പ്രതികരിച്ചതായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഈ വിലക്കയറ്റം വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതേസമയം തന്നെ രാജ്യത്തെ മൊത്തം കണക്കെടുക്കുകയാണെങ്കിൽ രാജ്യത്ത് ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ച സാഹചര്യത്തിൽ കേരളമാണ് ഏറ്റവും കുറവ് എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മെറിറ്റ് തന്നെയാണ്. പക്ഷെ അതേസമയം തന്നെ സപ്ലൈകോ എന്ന് പറയുന്നത് വലിയ ചോദ്യം തന്നെയാണ്. പക്ഷെ അപ്പോഴും സർക്കാർ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്ന വാദം എന്ന് പറയുന്നത് 8 വർഷത്തിന് ശേഷം മാത്രമാണ് വിലക്കയറ്റം ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ്.